ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡില് വരുൺ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ കത്തി എടുത്തിട്ട് രാധികയുടെ അടുത്തേക്ക് ചെല്ലണേ. ഇത് കാണുമ്പോ പ്രിയങ്ക ഞെട്ടും. വരുണും താനോട് സത്യം എന്താണെന്ന് പറയില്ല അല്ലേ? എങ്കിൽ എന്റെ തീരുമാനം താൻ അറിഞ്ഞോ? ഈ നടയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട തന്റെ ഭഗവാന്റെ നടയിൽ ഞാൻ എന്നെ ബലി കൊടുക്കാൻ പോവാ. ഇത് കേൾക്കുന്ന പ്രിയങ്കയും അതുപോലെ രാധികയും ഞെട്ടും. രാധിക കരഞ്ഞോണ്ട് പറയും, വരുൺ അരുത്, എന്റെ അവസ്ഥ വരുണെന്ന് മനസ്സിലാക്കുക. വരുൺ പറയും, എന്റെ അവസ്ഥ താനാ മനസ്സിലാക്കാത്തത്. എന്റെ ചോര കൊണ്ടും എന്റെ ജീവൻ കൊണ്ടുമാണ് അതിന് മറുപടിയെങ്കിൽ അത് താൻ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ആ കത്തി നെഞ്ചത്തങ്ങ് കുത്തിവെക്കണേ. ഇത് കാണുന്ന പ്രിയങ്കയും രാധികയും ഞെട്ടിപ്പോകും. വരുണാണെങ്കിൽ ആ കത്തി ഇങ്ങനെ കുത്തി അമർത്തണേ. പ്രിയങ്കയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. വരുൺ വേണ്ട എന്നിങ്ങനെ രാധിക അടുത്തെന്ന് പറയുന്നുണ്ട്. വരുൺ പറയും, മനസ്സ് മുറിഞ്ഞ് ചോരൊഴുകാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, എന്നിട്ടും അത് കണ്ടില്ല. പക്ഷെ ഇപ്പം താൻ കാണണം, എന്റെ സ്നേഹത്തിന്റെ ശക്തി എന്താണെന്ന് തനിക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞ ആ കത്തി ഇങ്ങനെ അമർത്തുമ്പോ അതിങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. വരുൺ വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞ രാധിക ഇങ്ങനെ കരയണേ. പ്രിയങ്കയാണെങ്കിൽ ഞെട്ടിലോട് നോക്കി നിൽക്കുക. അങ്ങനെ വരുൺ ആ കത്തി ഇങ്ങനെ കുത്തുമ്പോ ഷാർട്ടിലൂടെ ചോര പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് കാണുമ്പോ രാധിക ഒന്നുകൂടെ പേടിക്കും. വരുൺ പറയും, തന്റെ മുന്നിൽ നിന്ന് മരിക്കുന്നത് എനിക്ക് സങ്കടമില്ല, കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവളെ കണ്ടുകൊണ്ടാ മരിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ടാ ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ കത്തിങ്ങനെ അമർത്തിക്കുത്തും. പ്രിയങ്കയാണെങ്കിൽ ഞെട്ടിലോട് നിൽക്കുക. രാധികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട്, വരും വേണ്ട പ്ലീസ്. രാധികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. പ്രിയങ്കയാണെങ്കിൽ സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വരുൺ ആ കത്തി ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തി കയറ്റുക. രാധിക ഒരു വിധത്തില് ആ കത്തി എടുത്തങ്ങ് മാറ്റും. വരുൺ എന്താ കാണിക്കുന്നത്? അങ്ങനെ ചത്തുപോകാൻ പറ്റുമോ? എനിക്കിഷ്ടാ. ഇത് കേൾക്കുമ്പോ വരുണിന്റെ സന്തോഷമാവും. പ്രിയങ്ക ഞെട്ടിപ്പോവും. എനിക്കിഷ്ടാ. താലി കെട്ടിയ നിമിഷം മുതല് എന്റെ ഭർത്താവായിട്ടാണ് ഞാൻ കാണുന്നത്. വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ കരയായിരുന്നു. പ്രിയങ്ക ഇതെല്ലാം കേട്ട് ഞെട്ടാണേ. രാധിക പറയും, എന്റെ ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രിയങ്ക നെഞ്ചത്ത് കൈവച്ച് ഞെട്ടിലോട് നിൽക്കണേ. അങ്ങനെ രാധിക പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ട് വരുണിന്റെ കാലില് പിടിക്കും. മാപ്പ് മാപ്പ് എല്ലാത്തിനും എന്നിങ്ങനെ കരഞ്ഞോണ്ട് പറയുമ്പോ വരുൺ ആ കത്തി താഴെ ഇടണേ. പ്രിയങ്ക ഇതെല്ലാം കണ്ടവിടെ ഇങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാണ്ട് നിൽക്കണേ. രാധിക എന്ന് വിളിച്ച് വരുൺ രാധിക എഴുന്നേൽപ്പിച്ച് കവളില് 2 കൈകൊണ്ടും പിടിച്ച് തന്റെ മാറോടങ്ങ് ചേർത്ത് പിടിക്കണേ. വരുൺ തന്റെ പ്രണയം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ്. രാധികയും ഒരു നിമിഷം എല്ലാം മറന്ന് വരുണിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ പൊട്ടിക്കറിയാണേ പ്രിയങ്ക. അങ്ങനെ അവിടെ താഴെ ഇരുന്ന് അങ്ങ് പൊട്ടിക്കറിയുന്നുണ്ട്. ഇത് വേറെ ആരും കണ്ടിട്ടില്ല. രാധിക പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നിട്ട്, ദൈവമേ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വരുണെ അങ്ങ് നീക്കി നിർത്തും. അച്ഛനമ്മേ ഞാൻ ചതിക്ക, എനിക്ക് എന്റെ അച്ഛനെ കാണണം, കാലിൽ വീണ് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് ഓടിപ്പോകുമ്പോ രാധിക എന്ന് വിളിച്ച് വരുണും പിന്നാലെ പോകുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കണ്ട് പ്രിയങ്ക അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അതിനുശേഷം കൽപ്പന അങ്ങോട്ട് ഇവരെ അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ പോയി ആ പ്രിയങ്കേനും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തരയുമ്പോഴായിരിക്കും പ്രിയങ്ക അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് കാണുന്നത്. പ്രിയങ്കയെ എന്ന് വിളിച്ച് അടുത്തെല്ലുമ്പോ പ്രിയങ്ക ദേഷ്യപ്പെടും. വരണ്ട, എന്റെ അടുത്തേക്ക് ആരും വരണ്ട. എന്ത് പറ്റി നിനക്ക്? നീ കണ്ടോ അവര് സംസാരിക്കുന്നത്? നീ കേട്ടോ? കേട്ടു ചതിക്കായിരുന്നു രണ്ടുപേരും കൂടെ എന്നെ. എന്റെ ചേച്ചി പറഞ്ഞു വരുൺ ഭർത്താവ് തന്നെയാണെന്ന്. ഞാൻ കേട്ടു നിന്നു. കൽപ്പന പറയും, അവളെ കുറിച്ച് നീ പറഞ്ഞത്? വരുൺ തെറ്റ് ചെയ്താലും അവള് ചെയ്യില്ലെന്നല്ലേ? വിഷാടി അവളെ, നിന്റെ കുടുംബത്തിലെ ഇത്തിൽക്കണ്ണി പോലെ വന്നു കൂടിയത് അവളെ. നിങ്ങളുടെയൊക്കെ ചോര കുടിച്ചാ വളർന്നത്. എന്നിട്ട് അവൾക്ക് വേണ്ടതോ നിന്റെ സൗഭാഗ്യം. പ്രിയങ്കെ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കൊന്നേനെ അവളെ. അവരെ മാത്രമല്ല, നിന്നെ ചതിച്ചവരെയും ചതിക്കാൻ കൂട്ടി നിന്നവരെയും എല്ലാവരെയും. അതിന് നിനക്ക് ചങ്കുറ്റുണ്ടെങ്കിൽ ഈ ഏട്ടത്തി ഉണ്ട് നിന്റെ കൂടെ. പ്രിയങ്ക പറയും, വേണം ഏട്ടത്തി, എനിക്ക് കണക്ക് ചോദിക്കണം. അവളെ കൊണ്ട് ആ രാധികയെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. അവളെവിടെ? പ്രിയങ്ക പറയും, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛനെ കാണാൻ പോയിരിക്കുക. മാപ്പ് പറയാൻ അച്ഛന്റെ കാൽക്കലിട്ട് കൊല്ലണം എനിക്ക് അവളെ. കൽപ്പന പറയും, ഞാനിപ്പോ നിന്റെ കൂടെ വന്നാൽ ശരിയാവില്ല. നീ അങ്ങോട്ട് ചെന്ന് നിന്റെ പ്രതികാരം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യണം. ഒരു കാര്യം ഉറപ്പിച്ചോ, രാധിക ജീവിച്ചിരിക്കുന്നത് നിനക്ക് ആപത്ത, അവള് ചാവണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പ്രിയങ്ക പറയും, ഈ നടയിൽ വെച്ചാ എന്റെ സ്വപ്നങ്ങളൊക്കെ അവള് തല്ലിക്കെടുത്തിയത്. ഇത് നടയിൽ വെച്ച് ഞാൻ ശബ്ദം ചെയ്യാനായിട്ട് അവളെ ഞാൻ ഇല്ലാതാക്കും. എന്നെ ചതിച്ചതുപോലെ ചതിച്ചില്ലാതാക്കും. എന്നാൽ നടയുടെ മുന്നിലേക്ക് നിന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടുന്ന് പോകും. ഇതെല്ലാം കാണുമ്പോ കൽപ്പനയ്ക്ക് നല്ല സന്തോഷമാവാണ് ചെയ്യുന്നത്. ശേഷം വരുണും രാധികയും കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ് കാറില്. രാധികയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത രീതിയിൽ എല്ലാം കൈവിട്ട് പോയ അവസ്ഥയിൽ നിൽക്കണേ. വരുൺ പറയും, ഇന്ന് തന്റെ മനസ്സിലാക്കിയ ദിവസമാണ്. ഞാനുണ്ട് കൂടെ. ഇനി നമ്മൾ പോകുന്നത് തന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും അടുത്തേക്കാ. ഈ നടന്നതിലൊക്കെ അവരും കൂടെ പങ്കാളികളാണല്ലോ. എല്ലാം അവരോടെല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ എനിക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകണം. അവിടെയുള്ളവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. രാധികയ്ക്കും വരുൺ എന്തൊക്കെയായി പറയുന്നത്? വരുൺ പറയും, അതെ, ഇപ്പൊ നമ്മുടെ മുന്നില് ഒരു ജീവിതമുണ്ട്. അത് കയ്യെത്തി പിടിച്ചില്ലെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ കരയേണ്ടി വരും. അത് അവസാനിപ്പിക്കണം എന്നാ ഞാൻ ഈ പറയുന്നത്.
നമ്മുടെ ജീവിതത്തിലെ മോശ സമയം കഴിഞ്ഞു, ഇനി നമ്മള് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ പോവാ, അത് നടത്തി തരണമെന്ന് തന്റെ ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വരുൺ നല്ല സന്തോഷത്തിൽ ആരാധിക്കുകയാണെങ്കിൽ ചിരിക്കണോ കരയണോ വിഷമിക്കണോ എന്തൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കണേ. ഇതേ സമയം മറ്റൊരു ഓട്ടോയില് തന്റെ ഫോണും എടുത്ത് പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്കയാണെങ്കിൽ വരുണും രാധികയും സംസാരിച്ചത് കേട്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാ വരുന്നത്. വരുണാണെങ്കിൽ രാധികനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും രാധിക തളർന്നിരിക്കാം. അങ്ങനെ അവരവിടെ രാധികയുടെ വീട്ടിലെത്തിയിരിക്കണേ. അത് അമ്മ കാണുന്നുണ്ട്. വരുണിനെ കാണുമ്പോ അമ്മയ്ക്കയുടെ മുഖത്ത് നല്ല സന്തോഷമുള്ളത്. അങ്ങനെ വരുണെ അവിടുന്ന് ഫ്രണ്ട് സീറ്റിലെ ഡോറ് തുറക്കണ കാണുമ്പോഴും അമ്മയ്ക്ക് സന്തോഷം. പക്ഷെ രാധികേനെ അല്ല പ്രതീക്ഷിച്ചത്, പ്രിയങ്കനെയാ. രാധികയെ പിടിച്ചു വരുന്ന കാണുമ്പോ അമ്മ ഞെട്ടും. അമ്മ ഇങ്ങനെ എന്താ മോനെ, അമ്മ അകത്തേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു കാഴ്ച ആ റോഡിലൂടെ പോകുന്ന ഒരാൾ കാണുന്നുണ്ട്. അയാൾ ഇങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് നോക്കുമ്പോ വരുണ രാധികയുടെ കൈ പിടിച്ചു പോകുന്നതും പിന്നാലെ യശോദ പോകുന്നതുമാണ്. അങ്ങനെ വരുൺ ഹാളിലേക്ക് ചെന്ന് മുത്തശ്ശി മുത്തശ്ശി എന്നിങ്ങനെ വിളിക്കുമ്പോ ഉണ്ടാവും മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. വരുണിനെ കാണുന്നതും വരുൺ രാധികയുടെ കൈയും പിടിച്ചിങ്ങനെ നിൽക്കുന്നതും കാണുമ്പോ മുത്തശ്ശി ഞെട്ടും. യശോദയുടെ മുഖത്തും ആ ഞെട്ടലുണ്ട്. എന്താ? അപ്പൊ വരുൺ പറയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാ അമ്മയും മുത്തശ്ശിയും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. യശോദ ചോദിക്കുമ്പോ കാര്യം എന്താന്ന് വെച്ചാൽ പറ. വരുൺ ചോദിക്കും ഒരു പുരുഷന്റെ ഭാര്യ ആരാണ്? പറ മുത്തശ്ശി, നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യ ആവുന്നത് എങ്ങനെയാ? മുത്തശ്ശി ഒന്നും പറയില്ല. അപ്പൊ യശോദയോട് ചോദിക്കും അമ്മ ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യയായത് ഏത് നിമിഷത്തിലാ? അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷത്തിലല്ലേ? അങ്ങനെയല്ലേ അമ്മേ? യശോദ പറയും അതെ. വരുൺ ചോദിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ആരാ? താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ രാധിക അങ്ങ് ചേർത്ത് പിടിക്കണേ. ഇത് കേൾക്കുന്നതും ഈ കാഴ്ച കാണുന്നതും മുത്തശ്ശിയും അമ്മയും ഞെട്ടും. അങ്ങനെ വരുൺ പറയും കല്യാണ മണ്ഡപത്തിൽ നടന്ന ആ രഹസ്യ കച്ചവടത്തെ കുറിച്ച് ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇവളുടെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയതെങ്കിൽ അമ്മ വിശ്വസിക്കുന്ന അമ്മയുടെ ദൈവങ്ങളുടെ തൊട്ട് അമ്മ ആണിടെ. എന്താ പറ്റൂ അമ്മയ്ക്ക്? ഇത് കേൾക്കുന്നതും യശോദ ഞെട്ടിലോടെ തല താഴ്ത്താണ്. വരുൺ പറയും മഹാഭാരതത്തിലെ ശകുനിയെ പോലെ അന്നത്തെ എല്ലാ ആസൂത്രണങ്ങൾക്കും പിന്നിൽ മുത്തശ്ശിയാണെന്ന് എനിക്കറിയാം. മുഖം മറിച്ച് എന്നെ കൊണ്ട് രാധികയെ താലി കെട്ടിച്ചത് മുത്തശ്ശി. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ പ്രിയങ്കയെ എന്റെ കൂടെ കണിമംഗലത്തിലേക്ക് അയച്ചതും മുത്തശ്ശി. എന്താ ശരിയല്ലേ? മുത്തശ്ശി പറയും ശരിയാ. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അത് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. വിവാഹ മണ്ഡപത്തിലെ പ്രിയങ്ക ഇല്ലാതെ പോയത് ഞങ്ങളുടെ ഗതികേട്. അപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഇവളെ മണ്ഡപത്തിൽ ഇരുത്തിപ്പോയി ഞങ്ങള്. അതിന്റെ പേരിൽ നിന്റെ ഭാര്യയായിരിക്കാൻ ഇവൾക്ക് എന്താ അവകാശം? ഇത്രയും കാലം നിന്നോടൊപ്പം ജീവിച്ചത് പ്രിയങ്കയല്ലേ? നീ അവളെ എങ്ങനെ ഉപേക്ഷിക്കുന്ന? വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നില് പ്രിയങ്കയാണ് നിന്റെ ഭാര്യ. വരുൺ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. അപ്പൊ യശോദ പറയും മോനെ സംഭവിച്ചതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ പ്രശ്നം മോൻ ഊതി ഉറപ്പിച്ച് ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു കൂട്ട ആത്മഹത്യയായിരിക്കും. വരുൺ പറയും അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയോ? അതേ സ്ഥാനത്ത് ഞാൻ താലി കെട്ടിയ രാധികയായിരിക്കും. എന്താ അതാണ് അമ്മയ്ക്ക് കാണേണ്ടത്? ഇത് കേൾക്കുമ്പോ യശോദമ്മ ഞെട്ടിപ്പോകും. രാധികയും ഒരു ഞെട്ടലോട് കൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോൽ എന്താന്ന് വെച്ചാല് രാധികയുടെ കൈ പിടിച്ച് വരുണിനെ ഏൽപ്പിക്കാണ് യശോദ ചെയ്യുന്നത്. ഇത് കണ്ടുവരുന്ന പ്രിയങ്ക രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി കൃഷ്ണ ഭഗവാന്റെ അതായത് അവരുടെ പൂജാ റൂമിൽ വെച്ച് വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. കഴുത്തിന് പിടിക്കുന്ന തല്ലുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് രാധിക പ്രിയങ്കയോട് പറയും ഈ കാണുന്നതിന് മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടതാ വരുണ്ണെ. ഇത് കേൾക്കുമ്പോ പ്രിയങ്കയും ഞെട്ടിപ്പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂ ഇനിയും ഇതിനകത്ത് ഇടാനുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്